ആർ അച്യുതൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, അതിൽ നമുക്കിനി മനസ്സിലാക്കാനുള്ളത് പാകിസ്ഥാനിൽ ഇതിനോട് അകമുണ്ടായിട്ടുള്ള ഇതിൻ്റെ പ്രതികരണങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഒരു ആഭ്യന്തര കലാപം രൂക്ഷമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂനിൽമേൽ കുരു എന്നതുപോലെ അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ അത് പാകിസ്ഥാനിൽ വലിയ തലവേദന ഉണ്ടാക്കുന്നു. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പ്രധാനപ്പെട്ട അവരുടെ നഗരങ്ങളടക്കം തകർന്നിരിക്കുന്നു. അതോടൊപ്പം പട്ടാള മേധാവിയെ നീക്കം ചെയ്യുന്ന വാർത്ത വരുന്നു. മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അനുകൂലികൾ അവിടെ ഇമ്രാൻഖാന് വേണ്ടി വാതുറന്നു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ മുൻപെങ്ങും ഇല്ലാത്ത വിധം പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ഉടലുകയാണ് പാകിസ്ഥാൻ ഈ മണിക്കൂറിലെല്ലാം തന്നെ. അതുകൊണ്ട് നാളെ ഒക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഔദ്യോഗികമായൊരു പ്രതികരണം ആ രാജ്യത്ത് നിന്ന് നടത്തുമോ എന്നതിലൊക്കെ ഒരു സംശയമുണ്ട്. ഇന്ത്യ എന്തായാലും നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഇന്ത്യ പറയുന്നുമുണ്ട്, ഒപ്പം തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ നാളെ 9 മണി അല്ലെങ്കിൽ പുലർച്ചെ 9 മണിക്ക് നടക്കുന്ന ഈ മീഡിയ ബ്രീഫിംഗിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒക്കെ തന്നെയായിരിക്കും പങ്കെടുക്കുക, അല്ലേ? തീർച്ചയായിട്ടും പ്രജിൻ, അത്തരത്തിൽ ആയിരിക്കും ഒരു വാർത്താ സമ്മേളനം നടക്കുക. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പങ്കെടുത്തുകൊണ്ടായിരിക്കും ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ആ ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. ഏത് രീതിയിലായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് എന്ന തരത്തിൽ, അവിടെ എവിടെയൊക്കെ ഈ തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നാളത്തെ വാർത്താ സമ്മേളനത്തിലായിരിക്കും പുറത്തുവിടുക. അതിനു മുൻപ് ഒരു പക്ഷേ പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറിപ്പിലൂടെ വിശദീകരിക്കും. കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ ഇന്ത്യയുടെ തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം ഒരു കുറിപ്പിലൂടെ അതിൻ്റെ ഒരു വിശദാംശത്തിൻ്റെ ഒരു ലഘുലേഖ അത് പുറത്ത് വിടുകയുണ്ടായി. അതിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, അതായത് ഈ അതിർത്തി മേഖലകളിലടക്കം പാകിസ്ഥാൻ പ്രകോപനം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ഒപ്പം രാജ്യത്തിന് അകത്ത് ഏതാണ്ടൊരു 15 ഇടങ്ങളിൽ ആക്രമിക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞ രാത്രി പദ്ധതിയിട്ടു. അപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്തു, അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാനകത്ത് പല കേന്ദ്രങ്ങൾ, അത് ഈ റഡാർ സംവിധാനങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള പല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ദൗത്യം ആരംഭിക്കുന്നത്. ഒടുവിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നു. HQ-9 എന്ന് പറയുന്ന ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ മറുപടി നൽകുന്നു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ 3 പേരും കൂടി ചേർന്ന് രാജ്യത്തെ അറിയിച്ചത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഉൾപ്പെടെ അക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറിൽ രാജ്യം തിരിച്ചടിച്ച രീതികൾ, ആ രീതി എങ്ങനെയായിരുന്നു, ഏതൊക്കെ സംവിധാനങ്ങൾ ഇതിൽ രാജ്യം ഉപയോഗിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അപ്പോഴും മറുചോദ്യം എന്നുള്ളത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം ആര് നൽകുമെന്നുള്ളതാണ്. അവിടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് പോലും ഒരു വിശദീകരണം നൽകാൻ ആരുമില്ലായിരുന്നു എന്നുള്ളതാണ്. അവരോട് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ആരെങ്കിലും തേടിയാൽ, എന്തെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ തകർത്തിട്ടു എന്നായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്നാൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ പറഞ്ഞത് ഈ സമൂഹ മാധ്യമങ്ങളിൽ അത് കിടപ്പുണ്ട് എന്ന ഒരു മറുപടിയാണ് നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന് അത്തരത്തിലൊന്നും തന്നെ നൽകാൻ കഴിയുന്നില്ല. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഈ ഇത്തരത്തിൽ ആക്രമണം നടത്തി എന്ന്, സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി എന്ന്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അതിൻ്റെ തെളിവുകൾ പോലും പുറത്തുവിടാൻ പാകിസ്ഥാൻ കഴിയുന്നില്ല. കാരണം അങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാനി അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ തെളിവുകൾ നിരത്തി ഒന്നും ചൂണ്ടിക്കാട്ടാൻ പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒപ്പം തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന പറയുന്ന പാകിസ്ഥാൻ, തുറന്ന ഇതിൽ പറയുന്ന പാകിസ്ഥാൻ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുന്ന ആ സാഹചര്യത്തിൽ അത് പാകിസ്ഥാന് പൊള്ളുകയും അത് നിയന്ത്രണ രേഖയിൽ അതിൻ്റെ ഒരു പ്രകോപനം ഇന്ത്യക്ക് നേരെ സൃഷ്ടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിലെല്ലാം ഇന്ത്യ കൃത്യമായി മറുപടി കൊടുത്തു. ഒപ്പം തന്നെ പാകിസ്ഥാനകത്ത് ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. അത് സ്വാഭാവികമായും പാകിസ്ഥാനെ തളർത്തും
എന്നതാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഉറപ്പായും ആ രാജ്യത്തിനകത്ത് തന്നെ ഒരു ഭിന്നത ഇതിനോടകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളും, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും മറ്റ് എന്തു തന്നെയായിരുന്നാലും സംഘടനകളായിരുന്നാലും എല്ലാവരും ഇന്ത്യക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിന്തുണ നൽകുകയാണ് ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ. അത് ഉറപ്പായും രാജ്യം അക്കാര്യത്തിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ് പെഹൽഗാമിൽ ഭീകരർ അവരെ വധിച്ചത്. അവരുടെ മതം ചോദിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കൃത്യമായ ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് പെഹൽഗാമിൽ നടത്തിയത്. പക്ഷേ ആ വർഗീയ ധ്രുവീകരണത്തെ പോലും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെ പ്രതിരോധിച്ചു. അത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തന്നെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യക്കകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും എല്ലാം തന്നെ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനൊടുവിൽ ഇന്ത്യ കൃത്യമായ രീതിയിൽ 9 ഇടങ്ങളിലായി അതിന് മറുപടി നൽകി. പക്ഷേ അപ്പോഴും അടങ്ങുന്നില്ല. വീണ്ടും ഇത്തരത്തിൽ ഇരന്നു വാങ്ങുന്നു എന്ന് പറയും പോലെ വീണ്ടും ഇന്ത്യയുടെ നിയന്ത്രണ രേഖകളിൽ മറ്റിടങ്ങളിലെല്ലാം പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇത്തരത്തിൽ മറുപടി നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി അറിയേണ്ടത് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ്. അത് വരുന്ന മണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിൻ. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ നടത്തുന്ന വാർത്താ സമ്മേളനം തന്നെയാണ്. അതിലായിരിക്കും വ്യക്തമായി എന്താണ് സംഭവിച്ചത് ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക.